ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന സ്കോളർഷിപ്പാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൈവറ്റ് സെക്ടർ സ്കോളർഷിപ്പാണ്. ഇപ്പോൾ സാധാരണ ഗവൺമെന്റ് സെക്ടറിൽ സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനും ഈ സ്കോളർഷിപ്പ് വഴി ഗവൺമെന്റ് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾ ഈ സ്കോളർഷിപ്പ് നേടുന്നതിന് യാതൊരു തടസ്സവും പ്രയാസവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്കോളർഷിപ്പിന്റെ കൂടെ തന്നെ ഈ മറ്റു സ്കോളർഷിപ്പുകളും നേടുന്നതിന് പ്രയാസമൊന്നുമില്ല. 2025-26 അക്കാഡമിക വർഷത്തിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഈ സ്കോളർഷിപ്പിന്റെ തുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന തുകയൊന്നുമില്ല, ഒറ്റ തവണയായിട്ടാണ് ഈ തുക കിട്ടുക. 30,000 രൂപ ഒറ്റ തവണയായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈ സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് കഴിയുക എന്ന് പറയുന്നത്. ഇത് യോഗ്യത എന്താണെന്ന് പരിശോധിക്കാം നമുക്ക്. ഇത് യോഗ്യത എന്ന് പറയുന്ന മുൻ വർഷ പരീക്ഷയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? 65% മുകളിൽ മാർക്ക് നേടിയിരിക്കണം. 65% മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ സ്ഥിരതാമസമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി ഇതിൽ നോക്കേണ്ട പ്രയോറിറ്റി ആർക്കെ കിട്ടുക എന്നുള്ളതാണ്. നമ്മളൊരു സ്കോളർഷിപ്പിന് അപേക്ഷ വയ്ക്കുന്ന ആർക്കാണ് മുൻഗണന കിട്ടുക എന്നുള്ളത്. മുൻഗണന എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കോളർഷിപ്പിന് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ആദ്യമായിട്ട് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക? അത് അടുത്ത ആളിലേക്ക് പോവാം. രണ്ടാമത്തെന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണ് രണ്ടാമത് ഇതിന്റെ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള 4 കാറ്റഗറിയാണ് പ്രയോറിറ്റി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 28-ാം തീയതിയാണ്. 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക.